നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF കേന്ദ്രങ്ങളിൽ ആവേശം പകർന്ന KPCC പ്രസിഡന്റ് VM സുധീരൻ കാസർകോട്ടെത്തി. മതേതര ഇന്ത്യയെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് VM സുധീരൻ. കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ച മമ്പറം ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് CPM-നെ അക്രമരാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ചിത്രീകരിക്കുന്നതായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. UDF ജനങ്ങളെ ഭയക്കുന്ന സംവിധാനമായി മാറിക്കഴിഞ്ഞതായും P. ജയരാജൻ. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പാവൂരിലെ സംഭവമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ LDF സ്ഥാനാർത്ഥി E. ചന്ദ്രശേഖരന്റെ പര്യടനം. നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന് നേതാക്കൾ. കാവുന്തളയിൽ ആമക്കൂട്ടത്തെ ചുട്ടുകൊന്നു. 3 പേർക്കെതിരെ കേസെടുത്തു. കായിക മേഖലയിലെ അഴിമതിക്കെതിരെ സംസ്ഥാന തലത്തിൽ സംരക്ഷണ കൂട്ടായ്മയ്ക്ക് തുടക്കമായി. അരയി പൂക്കോട്ടിൽ തറവാട്ടിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കൊടിപുരം ഇലക്ഷൻ 2016. രണ്ടു വർഷത്തെ മോദി ഭരണം രാജ്യത്ത് വർഗീയത വളർത്തിയെന്നും മതേതര ഇന്ത്യയെ വർഗീയ ഭ്രാന്താലയമാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനസഭാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കില്ല. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇഷ്ടമില്ലാത്തവരെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ദേശീയ തലത്തിൽ BJP മുക്ത ഭാരതത്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നതെന്നും സുധീരൻ പറഞ്ഞു. കേരളത്തിൽ LDF-ഉം BJP-യുമാണ് മുഖ്യ ശത്രു. CPM നിലവിൽ ആശയപരമായ പ്രതിസന്ധിയിലാണ്. BJP വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ CPM അക്രമ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സ്ഥാപകനായ കൃഷ്ണപിള്ളയുടെ പ്രതിമയെ തകർത്ത CPM എങ്ങനെയാണ് കേരളത്തെ രക്ഷിക്കുന്നതെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. CPM-നകത്ത് തന്നെ കേരളത്തിലെ CPM നേതൃത്വം കോൺഗ്രസ് വിരുദ്ധതയുടെ തടവറയിൽ നിൽക്കുമ്പോഴും ബംഗാളിലെ CPM നേതൃത്വം കോൺഗ്രസുമായി ധാരണയിലാണ്. അപ്പം അക്ഷരാർത്ഥത്തിൽ CPM നേരത്തെയൊക്കെ ഉയർത്തി പിടിച്ച മൂന്നാം മുന്നണി എന്നുള്ളത് ഇന്ത്യയിൽ അപ്രസക്തമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലൂടെ മാത്രമേ വർഗീയ ഫാസിസത്തെ BJP-യെ ചെറുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരിൽ നിന്നും മുക്തമായ ഒരു ഭാരതം അവരൊഴിവാക്കി ജനാധിപത്യ മതേതര മുന്നേറ്റത്തിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാധിക്കൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. UDF-ന് അനുകൂല അന്തരീക്ഷമാണ് നിലവിലുള്ളത്. സമാനതകളില്ലാത്ത വികസനമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. UDF-ന് അനുകൂലമായ ഒരു അന്തരീക്ഷം വളരെ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. UDF ജനങ്ങളുടെ മുന്നിൽ ഒന്ന് UDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. രാഷ്ട്രീയ തലത്തിൽ പെടാത്തവർ പോലും, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ പോലും കേരളത്തിലെ UDF സർക്കാരിനെ പുരസ്കാരം നൽകി അംഗീകരിക്കുന്ന ആ തലത്തിലേക്ക് വന്നു എന്നുള്ളത്
സുധീരനെ കൂടാതെ ജനസഭയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാമണേശ്വരം, CK ശ്രീധരൻ, MC ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. UDF ജനങ്ങളെ ഭയക്കുന്ന സംവിധാനമായി മാറിക്കഴിഞ്ഞതായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. ഭരണത്തിനെതിരെ പ്രതികരിക്കുന്നവരെ നിയമവ്യവസ്ഥ ഉപയോഗിച്ച് നേരിടുകയാണെന്ന് ജയരാജൻ പറഞ്ഞു. പുല്ലൂർ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ അഴിമതിക്കെതിരെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചതിന് VS-നെതിരെ കേസെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റു നേതാക്കളെയും കേസിൽ കൊടുക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു. വിമർശനങ്ങളെ ജനങ്ങളുടെ കോടതിയിൽ നേരിടാൻ UDF നേതാക്കൾ തയ്യാറാകണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. ഈ കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ധർമ്മടം. അവിടെ മത്സരിക്കുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയനാണ്. സഖാവ് പിണറായി വിജയനെതിരായിട്ട് ഇവിടെ കോൺഗ്രസ്സുകാരുടെ സ്ഥാനാർത്ഥി ആരാണ്? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. പേര് ദിവാകരൻ. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആ ദിവാകരൻ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് 7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന ആളാണ്. ഞാനൊക്കെ കേസിൽ കുറ്റാരോപിതൻ മാത്രമാണ്. ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമായിട്ടുള്ള ഞങ്ങളെയൊക്കെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കുമ്പോൾ മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ കൈപ്പത്തി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്ന ധർമ്മടത്തെ സ്ഥാനാർത്ഥി ആരാണ്? കൊലക്കേസിൽ 7 വർഷത്തേക്ക് ശിക്ഷ അനുഭവിച്ച് സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരാൾ. പെരുമ്പാവൂരിൽ പെൺകുട്ടിയെ അതിബീഭത്സമായി കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നിയമവ്യവസ്ഥയുടെ തകർച്ചയാണ് പ്രതികളെ പിടികൂടാൻ കഴിയാത്തതെന്ന് P ജയരാജൻ കുറ്റപ്പെടുത്തി. പുല്ലൂരിൽ നടന്ന LDF റാലിയുടെ ഭാഗമായാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. K ബിന്ദു അധ്യക്ഷയായി. CPM ഏരിയ കമ്മിറ്റി അംഗം TV കരിയൻ, ലത്തീഫ്, MV നാരായണൻ, M കുഞ്ഞമ്പു, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പാവൂരിലെ സംഭവമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ നഷ്ടമായതായും കാനം കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനസഭ 2016 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ കൊലപാതകം മനസ്സാക്ഷിയെ ഞെട്ടിച്ചതായി കാനം രാജേന്ദ്രൻ പറഞ്ഞു. UDF സർക്കാരിന്റെ കാലത്ത് കരുതലും സുരക്ഷയുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞാലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നതായി ഈ സംഭവം തെളിയിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഗവൺമെന്റ് തന്നെ നിയമങ്ങളുടെ കുറവ് കൊണ്ടല്ല, പക്ഷെ സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഈ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. എന്നാൽ LDF-ന്റെ പ്രകടന പത്രികയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു പ്രത്യേക വകുപ്പ് എന്ന നിർദ്ദേശം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. BJP-യെ ചെറുക്കാൻ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ആവില്ലെന്ന് തെളിയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. BJP-യെ ചെറുക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ തെളിയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എത്രയോ സന്ദർഭങ്ങളിൽ ബാബരി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിന്റെ കാലം മുതൽ തുടങ്ങുന്നു ആ ചരിത്രം. ആ പഴയ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കോൺഗ്രസിന് BJP-യെ ചെറുക്കാൻ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. വർഗീയതയ്ക്കെതിരായി അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയില്ല. അവർ സ്വീകരിച്ച മൃദു ഹിന്ദു സമീപനങ്ങൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി എന്ന് ചരിത്രത്തിന്റെ നിരവധി മുഹൂർത്തങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും ശരീരത്തിൽ കയറാനുള്ള പ്രേതമായി മാറിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്നും കാനം കുറ്റപ്പെടുത്തി. VDJS-ഉം CPM-ഓ LDF-ഓ ആയിട്ടൊന്നും ഒരു ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി ആരുടെയെങ്കിലും ശരീരത്തിൽ കയറാൻ ശ്രമിക്കുന്ന ഒരു പ്രേതം പോലെയാണ്. ജനസഭയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാമണേശ്വരം, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. UDF ഭരണത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് 8 തവണ വില വർദ്ധിപ്പിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അഴിമതി സർവത്ര വ്യാപകമായിരിക്കുകയാണെന്നും കാനം രാജേന്ദ്രൻ.
മടിയനിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ തുടർച്ചയ്ക്കായി വോട്ട് ചോദിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഴിമതിയുടെ തുടർച്ചയാവും കാഴ്ചവെക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മടിയനിൽ നടന്ന LDF ലോക്കൽ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ സുരക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി നിയമ ഭേദഗതികൾ ഈ രാജ്യത്ത് ഉണ്ടായി. ആ നിയമ ഭേദഗതികളുടെ ഫലമായി തുടർച്ചയായി ഇത് മോണിറ്റർ ചെയ്യാനും അത് പരിശോധിക്കാനും എല്ലാമുള്ള സംവിധാനം കടലാസിൽ ഉണ്ടാക്കി. എന്നാൽ ആ നിയമം ആര് നടപ്പിലാക്കുന്നു? ആ നിയമം നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, 2015 മാത്രം ഒരു വർഷത്തിൽ ഈ കേരളത്തിൽ 12,000 സ്ത്രീ പീഡന കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പോലീസിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ്. എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത അനൌദ്യോഗിക കണക്കുകളിൽ പറയുന്നത് 40,000 കേസുകൾ ഉണ്ട് എന്നാണ്. A. ദാമോദരൻ അധ്യക്ഷനായി. TK രവി, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജ്യോതി ബാസു, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, PP രാജു, KV കൃഷ്ണൻ, ചെറാക്കുട്ട് കുഞ്ഞമ്പു, മൂലക്കണ്ണം പ്രഭാകരൻ, AV സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ LDF സ്ഥാനാർത്ഥി E. ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തന നേട്ടങ്ങൾ എടുത്തുപറഞ്ഞുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി E. ചന്ദ്രശേഖരൻ വോട്ടർമാരെ കാണുന്നത്. മിക്കയിടങ്ങളിലും വലിയ ജനക്കൂട്ടമാണ് സ്ഥാനാർത്ഥിയെ കാണാനെത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭയുമായി ചേർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം വിവരിച്ചു. ഇനി നമ്മുടെ കുട്ടികൾക്ക്, സന്തതി പരമ്പരകൾക്ക് നൂറുകണക്കായ ആയിരക്കണക്കായ വർഷങ്ങളിൽ വാസയോഗ്യമായ ഈ ഭൂമി ഉണ്ടാകണം. കടലും കായലും കടലോരവും പുഴയും നദിയും തീരവും എല്ലാം ഉണ്ടാകണം. അതെല്ലാം വിറ്റ് പണക്കാരുടെ കയ്യിലെത്തിയാൽ അവർ എന്ത് ചെയ്യും? അവരവരുടെ ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടമാണ്. കുത്തക കമ്പനികൾ നാട്ടിനകത്തും പുറത്തുമുള്ളവർ വരികയും അവർ ഈ പ്രദേശങ്ങളെല്ലാം കൈയടക്കുകയും അവർ ലാഭത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. പാവപ്പെട്ട മനുഷ്യന് ജീവിക്കാൻ വകയില്ലാതാവും. പാവപ്പെട്ട മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ലാതാവും. കൊവ്വൂരിൽ നടന്ന പൊതുയോഗത്തിൽ ഭാസ്കരൻ അധ്യക്ഷനായി. H. ശിവദത്ത് സംസാരിച്ചു. കായിക മേഖലയെ അഴിമതിക്കെതിരെ സംസ്ഥാന തലത്തിൽ സംരക്ഷണ കൂട്ടായ്മ വരുന്നു. ജില്ലയിൽ നിന്നാണ് കായിക മേഖലാ സംരക്ഷണ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ കായികരംഗം അഴിമതിയുടെയും പിടിപ്പുകേടിന്റെയും കേളിരംഗമായി മാറിയ സാഹചര്യത്തിലാണ് പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതായിരുന്നു രീതി. എന്നാൽ ഇവിടെ നോമിനേറ്റഡ് കമ്മിറ്റിയെയും നോമിനേറ്റഡ് പ്രസിഡന്റിനെയും നിയമിച്ചുകൊണ്ട് കായികരംഗത്തെ തകർച്ച പൂർണ്ണമാക്കിയിരിക്കുകയാണെന്നും ചെറുവത്തൂരിൽ ചേർന്ന സംരക്ഷണ കൂട്ടായ്മ കുറ്റപ്പെടുത്തി. യോഗം K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം മാത്രമാണ്, അത് സാമ്പത്തിക താല്പര്യവും അതുപോലെ തന്നെ അതിന്റെ മേധാവിത്വം. ഒരു ഭരണാധികാരിയാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ അധികാരത്തിന് വേണ്ടി, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയിട്ടെല്ലാം ഈ സ്പോർട്സ് മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പോർട്സിന് താല്പര്യമല്ല, സ്പോർട്സിനെ വളർത്തിയെടുക്കണം, സ്പോർട്സിനെ ഗെയിംസിനെയും വളർത്തിയെടുക്കണം എന്ന് താല്പര്യമല്ല. അതെല്ലാം അവർക്കൊരു ഫാഷൻ, അവർക്കൊരു ഭൂഷണത്തിന് വേണ്ടി അവർ ഇത് കൊണ്ട് നടക്കുക. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് TP ദാസൻ, മാധവൻ മണിയറ, M. രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് തൊട്ട് അതിനുശേഷമാണ് BR കൃഷ്ണയ്യ റിപ്പോർട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു. 35ാമത് ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഭീകരമായ അഴിമതി കാരണം രാജ്യത്ത് കേരളത്തിനുണ്ടായിരുന്ന യശസ് നഷ്ടമായിരിക്കുകയാണെന്ന് TP ദാസൻ പറഞ്ഞു. കൂട്ടായ്മയുടെ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാനും കായിക മേഖലയിലെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാനുമാണ് തീരുമാനം. തോട്ടുപക്കത്തെ കാട്ടുകരിമ്പിൻ കൂട്ടത്തിന് തീയിട്ടതിനെ തുടർന്ന് ആമകൾ കൂട്ടത്തോടെ വെന്തെരിഞ്ഞു. പടന്ന കാവുന്തലയിലാണ് സംഭവം. പോലീസ് 3 പേർക്കെതിരെ കേസെടുത്തു. പടന്ന പഞ്ചായത്തിലെ കാവുന്തലയിൽ കാട്ടുകരിമ്പിന് തീയിട്ട് തോട്ടിലെ ആമകളെ കൂട്ടമായി ചുട്ടരിച്ചു. 3 പേർക്കെതിരെ കേസെടുത്തു. അതിർത്തിക്കല്ല് കണ്ടെടുക്കാൻ പഞ്ചായത്ത് അധീനതയിലുള്ള തോട്ടിലെ കാട്ടുകരിമ്പിന് തീയിട്ടാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ 3ാം ഷെഡ്യൂളിൽ പെടുന്ന 16 ആമകളുടെ ജീവനെടുക്കാൻ കാരണമായത്.
പടന്ന പഞ്ചായത്ത് 3-ാം വാർഡിൽപ്പെടുന്ന കാവുന്തലയിലെ കെ ഫൈസൽ, റസാഖ് ഹാജി, എം ജബ്ബാർ എന്നിവർക്കെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തത്. ഞായറാഴ്ച വൈകിട്ട് 6ഓടെയാണ് സംഭവം നാട്ടുകാർ അറിയുന്നത്. ചന്തേര SI അനൂപ് കുമാർ, അഡീഷണൽ SI എം രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഭീമനടി ഫോറസ്റ്റ് ഓഫീസറുടെ ചുമതല വഹിക്കുന്ന പരപ്പ ഫോറസ്റ്റ് ഓഫീസർ SN രാജേഷ്, ബീറ്റ് ഓഫീസർമാരായ വിജയനാഥ്, എം ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി കത്തിക്കരിഞ്ഞ ആമകളെ ഏറ്റുവാങ്ങി. കാഞ്ഞങ്ങാട്ട് പോസ്റ്റ്മോർട്ടം നടത്തി. കാട്ടുകരിമ്പിന് തീയിട്ട് നശിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത CH കൗലിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ 2 തൈകൾ കത്തി നശിച്ചിരുന്നു. ഇത് അന്വേഷിക്കാനെത്തിയപ്പോഴാണ് ആമകൾ കൂട്ടത്തോടെ കത്തിക്കരിഞ്ഞത് പോലീസും നാട്ടുകാരും കണ്ടെത്തിയത്. വന്യജീവികളെ അപായപ്പെടുത്തിയ സംഭവത്തിൽ 5 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണെന്ന് ഫോറസ്റ്റ് ഓഫീസർ SN രാജേഷ് പറഞ്ഞു. ആമകളുടെ ടിഷ്യൂ പീച്ചിയിലെ ബയോലാബിൽ അയച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കാർഷിക വൃത്തിയുടെ കനലെരിയുന്ന ചൂടൻ ചർച്ചകളുമായി നടന്ന കർഷക സംഗമം ശ്രദ്ധേയമായി. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പാലായി തേജസ്വിനി വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു നീലേശ്വരം പാലായിൽ നടന്ന കർഷക സൗഹൃദ സദസ്സ്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെയും പാലായി തേജസ്വിനി വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പാലായി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് കർഷക സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചത്. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്ന കോർപ്പറേറ്റ് നയങ്ങളെക്കുറിച്ച് കർഷകരും കർഷക സ്നേഹികളും ചർച്ച നടത്തി. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രൊഫസർ P. പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ ഇതിനെ പറയുന്നത് കാർഷിക വിപ്ലവം എന്നാണ്. കൃഷിയുടെ കണ്ടുപിടുത്തമാണ്. അതിനിങ്ങോട്ട് നമ്മൾ നോക്കിയാൽ മനുഷ്യൻ ഈ കുന്നിൻ പുറത്തു നിന്നും ക്രമേണ താഴ്വാരങ്ങളിലേക്ക് വരികയാണ്. താഴ്വാരങ്ങളിലേക്ക് വന്ന് അവന്റെ കൃഷി സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ മനുഷ്യന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ബ്രാഹ്മണ കുടിയേറ്റത്തിന്റെ ഭാഗമായി നമുക്കൊക്കെ അറിയുന്നതാണ്. പുറത്തുനിന്ന് ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന മറ്റ് ചില അറിവുള്ള വിഭാഗക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരികയും അവർ കൃഷിക്ക് തുടർന്ന് മുതിർന്ന കർഷകരെ ആദരിച്ചു. MV രാജീവൻ അധ്യക്ഷനായ സൗഹൃദ സദസ്സിൽ ജൈവ കർഷക അവാർഡ് ജേതാവ് KVR കണ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. T. കുഞ്ഞിക്കണ്ണൻ, CC കുഞ്ഞിക്കണ്ണൻ, P. മനോഹരൻ, P. കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. T. പ്രഭാകരൻ സ്വാഗതവും TV രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ദാഹിച്ചു വരുന്നവർക്ക് ആശ്വാസമേകി കാഞ്ഞങ്ങാട്ടെ ഒരു കൂട്ടം പൊതുപ്രവർത്തകർ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഈ മാതൃക കൂട്ടായ്മ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൊടും ചൂടിൽ ദാഹിച്ചു വരുന്നവർക്ക് ആശ്വാസമേകി കാഞ്ഞങ്ങാട്ടെ ഒരു കൂട്ടം പൊതുപ്രവർത്തകർ. ദാഹിച്ചു വരുന്നവർക്ക് സൗജന്യമായി ശീതളപാനീയം നൽകിയാണ് ഈ കൂട്ടായ്മ മാതൃക സൃഷ്ടിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ 7-ാം വാർഡ് കൌൺസിലർ P. സാവിത്രി ഉദ്ഘാടനം നിർവഹിച്ചു. LE അബ്ദുള്ള അധ്യക്ഷനായി. ശശി ബല്ലാക്കടപ്പുറം, കലാ അനിൽ, AAP അഷ്റഫ്, ജയേഷ്, പ്രവീൺ, പ്രമോദ്, രാജേഷ് പിലാത്തറ, T. ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. സെൻട്രൽ യൂത്ത് ക്ലബ് രാവണേശ്വരം സംഘടിപ്പിച്ച ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപനമായി. രാവണേശ്വരം സെൻട്രൽ യൂത്ത് ക്ലബ് പ്രവർത്തകരാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ AKG പാണന്തോടിനെ 1 ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് റെഡ് സ്റ്റാർ തണ്ണോട്ട് ജേതാക്കളായി. സമാപന പരിപാടിയിൽ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. രാവണേശ്വരത്ത് ചെറുതും വലുതുമായ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ച് നാട്ടിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകായിക പ്രസ്ഥാനമാണ് സെൻട്രൽ യൂത്ത് ക്ലബ്ബ്. നമ്മുടെ രാവണേശ്വരം പ്രദേശത്ത് ഒരുപാട് വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലെ ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് നല്ല കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട്. ടി എ അജയ്കുമാർ അധ്യക്ഷനായി. ശരത് കുമാർ, ലോഹിതാക്ഷൻ, ദിവാകരൻ, അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സെൻട്രൽ യൂത്ത് ക്ലബ് പ്രവർത്തകനായ കുഞ്ഞികൃഷ്ണന്റെ മകൾക്ക് UAE കമ്മിറ്റി പഠനസഹായം നൽകി. അരയി പൂക്കാട്ടിൽ തറവാട്ടിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം.
മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. അരൈ പൂക്കാട്ടിൽ തറവാട്ടിലെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, ചരളത്ത് ഭഗവതി തെയ്യങ്ങൾ കെട്ടിയാടി. കളിയാട്ടം ദർശിക്കാൻ നൂറുകണക്കിന് ആളുകൾ തറവാട്ടിലെത്തി. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF കേന്ദ്രങ്ങളിൽ ആവേശം പകർന്ന KPCC പ്രസിഡന്റ് VM സുധീരൻ കാസർകോട്ടെത്തി. മതേതര ഇന്ത്യയെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് VM സുധീരൻ. കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ച മമ്പറം ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് CPM-നെ അക്രമരാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ചിത്രീകരിക്കുന്നതായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. UDF ജനങ്ങളെ ഭയക്കുന്ന സംവിധാനമായി മാറിക്കഴിഞ്ഞതായും P ജയരാജൻ. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പാവൂരിലെ സംഭവമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ LDF സ്ഥാനാർത്ഥി E ചന്ദ്രശേഖരന്റെ പര്യടനം. നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന് നേതാക്കൾ. കാവുന്തളയിൽ ആമക്കൂട്ടത്തെ ചുട്ടുകൊന്നു. 3 പേർക്കെതിരെ കേസെടുത്തു. കായിക മേഖലയിലെ അഴിമതിക്കെതിരെ സംസ്ഥാന തലത്തിൽ സംരക്ഷണ കൂട്ടായ്മയ്ക്ക് തുടക്കമായി. അരൈ പൂക്കോട്ടിൽ തറവാട്ടിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.